Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. അപ്പോൾ നമ്മൾക്ക് 13th ചാപ്റ്ററായ അതായത് ഫിസിക്സിലെ 3rd ചാപ്റ്ററായ സൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു മുമ്പുള്ള 2 ചാപ്റ്റേഴ്സ് അതായത് ഫോഴ്സ് ആൻഡ് പ്രഷർ, ഫ്രിക്ഷൻ, ഈ 2 ചാപ്റ്റേഴ്സും ഞാൻ ഓൾറെഡി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് എക്സസൈസ് പ്രോബ്ലംസ്. സോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് വീഡിയോസ്. എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടത്തുള്ളൂ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഞാൻ നോട്ട്സ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദ ചാപ്റ്റർ സൗണ്ട്. So we hear a lot of sound around us, isn't it? Vehicles, birds, animals, and we people make sound, isn't it? We used to communicate with one another using sound. So എങ്ങനെയാണ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? How does it travel from one place to another? And how do we hear sound? Why are some sounds louder than others? ചിലത് നല്ല ലൗഡർ ആയിരിക്കും, ചിലത് ആയിരിക്കില്ല അല്ലേ? So why is it so? So we are going to learn about all these things about sound through this chapter. So let's investigate how is sound produced. For that, let's see the activity that is given in your textbook. ഇതുപോലൊരു മെറ്റൽ പ്ലേറ്റ് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നൗ സ്ട്രൈക്ക് ഇറ്റ് വിത്ത് എ സ്റ്റിക്ക്. സോ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഷുവറായിട്ട് നമുക്ക് വി ക്യാൻ ഹിയർ എ സൗണ്ട്, ഇസ്ന്റ് ഇറ്റ്? സ്ട്രൈക്ക് ചെയ്ത ഉടനെ നിങ്ങൾ നിങ്ങളുടെ ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ജെന്റ്ലി. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ. അഗെയിൻ നിങ്ങൾ ഒന്നുകൂടെ സ്ട്രൈക്ക് ചെയ്യുന്നു. സ്ട്രൈക്ക് ചെയ്ത ഉടനെ തന്നെ 2 കൈകൾ കൊണ്ട് നിങ്ങൾ ആ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുക. സോ ദാറ്റ് യു കുഡിൻ ഫീൽ ദ വൈബ്രേഷൻ ആൻഡ് യു കുഡിൻ ഹിയർ സൗണ്ട്. സോ നമുക്ക് മനസ്സിലായി സം റിലേഷൻ ഇസ് ദെയർ വിത്ത് ദിസ് വൈബ്രേഷൻ ആൻഡ് സൗണ്ട്, ഇസ്ന്റ് ഇറ്റ്? ഇനി നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി നോക്കൂ. ഒരു ബോക്സിന്റെ ചുറ്റിലും ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചു. ഇൻ ബിറ്റ്വീൻ 2 പെൻസിലും വെച്ചു. നൗ വി പ്ലഗ് ദ റബ്ബർ ബാൻഡ് ആൻഡ് യു വിൽ ഹിയർ എ സൗണ്ട്. ആൻഡ് ഈ കേസിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ, യു ക്യാൻ സീ ദാറ്റ് വൈബ്രേഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വൈബ്രേറ്റിംഗ് ബോഡി. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡ് പ്ലഗ് ചെയ്തപ്പോൾ ഫസ്റ്റ് അത് വൈബ്രേറ്റ് ചെയ്തു, ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട്. സോ വാട്ട് ഈസ് എ വൈബ്രേഷൻ? റബ്ബർ ബാൻഡ് പ്ലഗ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റി ഇറ്റ് ഇസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ, ഇസ്ന്റ് ഇറ്റ്? അല്ലെങ്കിൽ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് is termed as vibration. ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. when it stops vibrating it does not produce any sound. unfortunately most of the cases നമുക്ക് ഈ വൈബ്രേഷൻസ് കാണാൻ പറ്റില്ല. it is not visible because ആ സൗണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് അവിടെ കുറവാണ്. what is amplitude? കൺസിഡർ ഇതാണ് ഒരു സൗണ്ട് വേവിന്റെ വൈബ്രേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ? സോ ഇവിടെ മാക്സിമം ഹൈറ്റ് പോയാൽ ഇത് നല്ല വൈബ്രേഷൻ ആയി അല്ലേ? സോ ആംപ്ലിറ്റ്യൂഡ് അവിടെ കൂടി എന്ന് പറയാം. ദാറ്റ് മീൻസ് മേലോട്ടും താഴോട്ടും ടു ആൻഡ് ഫ്രോ. ഓർ വി ക്യാൻ സേ ദ മാക്സിമം എക്സ്റ്റെൻഡ് ഓഫ് വൈബ്രേഷൻ. സോ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞത് കൊണ്ടാണ് വി കുഡിൻ സീ ദ വൈബ്രേഷൻ ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലേ? നമ്മളൊരു ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത് പോയി നിന്നാൽ വി ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ. എങ്ങനെയാണ് നമുക്ക് അവിടെ ആ വൈബ്രേഷൻ ഈ കേസിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്? ലൗഡ് സ്പീക്കർ അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ദ വൈബ്രേറ്റിംഗ് ബോഡി എന്ന് പറയുന്നത് ആ ലൗഡ് സ്പീക്കറാണ് അല്ലേ? സോ ഈ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് വിച്ച് കോസസ് ദ സറൗണ്ടിങ് മീഡിയം ടു വൈബ്രേറ്റ്. ലൗഡ് സ്പീക്കറിൻ്റെ ചുറ്റിലും എന്താണ്? എയർ ഉണ്ട് അല്ലേ? സോ ദാറ്റ് ഇസ് ദ മീഡിയം. സോ അവിടെ ആ മീഡിയം, ആ എയറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. സോ ദാറ്റ് വി കുഡ് ഫീൽ ദാറ്റ് വൈബ്രേഷൻ. സംടൈംസ് നമുക്ക് ഈ വൈബ്രേഷൻ കാണാൻ പറ്റും. ഒരു മെറ്റൽ ഡിഷിൽ കുറച്ച് വെള്ളം ഇതുപോലെ നിറച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജിലൊന്ന് സ്ട്രൈക്ക് ചെയ്യുക. സോ ദ വൈബ്രേറ്റിംഗ് പ്ലേറ്റ് പ്രൊഡ്യൂസസ് waves in water so that we can see the vibration in that water as water waves. That vibrating plate produce water waves. ക്ലിയർ? നമ്മൾ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? സോ ഹൗ ദേ പ്രൊഡ്യൂസ് സൗണ്ട്?
ഓഫ് കോഴ്സ് ഏതോ ഒരു പാർട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് ദ വൈബ്രേറ്റിംഗ് പാർട്ട്? സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ വൈബ്രേറ്റിംഗ് പാർട്ട് ഓഫ് സം musical instruments which produce sound. Let's list out some musical instruments like veena, tabla, flute, sitar, guitar, violin, mridangam, gadam, manjira. സോ ഈ വീണ, വയലിൻ, ഗിറ്റാർ, ഇനി പിയാനോ, അതിലെല്ലാം ഉള്ളത് ഒരു സ്ട്രിങ് ആണ്. ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്. സോ അതിന് പ്ലക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ആ വൈബ്രേഷൻ ഉണ്ടായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്ലൂട്ട് പോലുള്ളതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലേക്ക് ഹോൾസ് കണ്ടിട്ടുണ്ട് അല്ലേ? സോ അതിൽ എയർ കോളമാണ് അവിടെ വൈബ്രേറ്റ് ചെയ്തിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എയർ കോളം യൂസ് ചെയ്തിട്ടുള്ള മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറയുകയാണെന്ന് വെച്ചാൽ സൈറൻ, ക്ലാരിനെറ്റ്, അതൊക്കെ നമുക്ക് ആഡപ്പ് ചെയ്യാം. ഇവിടെയൊക്കെ നമ്മൾ എയർ പുഷ് ചെയ്യാണ്. സോ ഇൻസൈഡ് ഒരു എയർ കോളം ഉണ്ടാകും, അത് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗദം, തബ്ല, അതുപോലെ ഡ്രംസ്, ആ ഐറ്റത്തിൽ പെട്ട എല്ലാത്തിലും ഉള്ളത് സ്ട്രെച്ചഡ് മെംബ്രെയിൻ ആണ്. അതിൻ്റെ ടോപ്പ് സർഫസ് കണ്ടിട്ടില്ലേ, ഒരു സോളിഡ് സർഫസ് ആണ്. അതിലൊരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ ഉണ്ട്. യൂസിങ് ഈ അനിമൽസിൻ്റെ സ്കിന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയൊരു സംഭവമാണ്. അതിനോട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട, ജസ്റ്റ് സ്ട്രെച്ചഡ് മെംബ്രെയിൻ എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ആൻഡ് വേറൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് മഞ്ജിര. ഈ മഞ്ജിര പറഞ്ഞ രണ്ടും പ്ലേറ്റ്സ് ആണ്. ഓക്കെ, ഒരു പ്ലേറ്റ് ടൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്ലേറ്റ്സ് തമ്മിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, പ്ലേറ്റ്സ് ആണ് വൈബ്രേറ്റ് ചെയ്തിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്ട്രെച്ചഡ് സ്ട്രിങ്, എയർ കോളം, സ്ട്രെച്ചഡ് മെംബ്രെയിൻ, ഇതൊക്കെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലെ വൈബ്രേറ്റിംഗ് പാർട്സ്. ആക്ച്വലി ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ not only the vibrating part, the whole instrument is forced to vibrate. ആ vibrating partsഉം ആ whole ഇൻസ്ട്രുമെൻറ്റിൻ്റെ വൈബ്രേഷനും ചേർന്നിട്ടാണ് we hear the sound. That is the sound that we hear is not only that of the membrane അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ മാത്രമല്ല, but of the whole body of the instrument. Now how can we speak? How is the sound produced in us? നമ്മുടെ തൊണ്ടയിൽ ഒരു വോയിസ് ബോക്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദർ ഇസ് എ വോയിസ് ബോക്സ് ഇൻ യുവർ ത്രോട്ട്. വോയിസ് ബോക്സിനെ നമ്മൾ ലാരിങ്സ് എന്നും പറയും. യു ക്യാൻ ഫീൽ ദ വോയിസ് ബോക്സ് ബൈ ടച്ചിങ് ദ ത്രോട്ട്. നിങ്ങൾ ഫുഡ് ഇറക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ത്രോട്ടിൻ്റെ അവിടെ ഒന്ന് നോക്കി നോക്കൂ. യു ക്യാൻ ഫീൽ എ ബംപ്. ഒരു മുഴ പോലത്തെ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. സോ ദാറ്റ് ഈസ് വോയിസ് ബോക്സ്. ഈ വോയിസ് ബോക്സിൽ 2 വോക്കൽ കോഡ്സ് ഉണ്ട്. ഈ വോക്കൽ കോഡ്സ് സ്ട്രെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ്, ദാറ്റ് ഈസ് ഒരു നാരോ സ്ലിറ്റ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്. നമ്മൾ ഫ്ലൂട്ടിൽ പഠിച്ചില്ലേ, ഫ്ലൂട്ടിൽ എന്തുണ്ടായിരുന്നത്, എയർ കോളമാണ് ഉണ്ടായിരുന്നത്. സെയിം ലൈക്ക് ഇവിടെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു എയർ കോളമാണ് വരുന്നത്. സോ നമ്മൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ ലങ്സ് എയറിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യും. സോ ഈ എയർ നമ്മുടെ ഈ വോക്കൽ കോഡ്സിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ദാറ്റ് ഈസ് വെൻ ദ ലങ്സ് ഫോഴ്സ് എയർ ത്രൂ ദ സ്ലിറ്റ്, ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്സ് and produces sound. Clear? Now ഒരു വോക്കൽ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. 2 സെയിം സൈസുള്ള റബ്ബർ സ്ട്രിപ്സ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ആ റബ്ബർ സ്ട്രിപ്സിനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ യു ബ്ലോ ദ എയർ. സോ രണ്ടും ഇങ്ങനെ ആ റബ്ബർ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി എ ലിറ്റിൽ ഗ്യാപ്പ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആ നമ്മൾ എയർ ബ്ലോ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? The rubber strips vibrate and produce sound, isn't it? So we can say that our vocal cords also produce sound in similar manner. നമ്മൾ മെൻ, വിമൻ, അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ ഒക്കെ സൗണ്ട് ഡിഫറെൻ്റ് ആണ് അല്ലേ? ബിക്കോസ് വോക്കൽ കോഡ്സ് അവിടെ അതിൻ്റെ ലെങ്ത്ത് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് മെന്നിന് വന്നിട്ട് 20 millimeter ലെങ്ത് ആണ്, ആൻഡ് ഫോർ വുമൻ ഇസ് അബൌട്ട് 5 millimeter ഷോർട്ടർ, and for children it is very short. So this is the reason why voices of men, women and children are different. അതുപോലെ വിമന് തിൻ ആൻഡ് ഷോർട്ട് വോക്കൽ കോഡ് ആയിരിക്കും കമ്പയറിങ് ടു മെൻ. അതുകൊണ്ട് അവർക്ക് ഹൈ പിച്ച് വോയിസ് ആയിരിക്കും. പിച്ച് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് മെന്നിന് ഓഫ് കോഴ്സ് കുറച്ച് ലെങ്തി ആയിരിക്കും ആൻഡ് തിക്ക് ആയിരിക്കും. ഓക്കെ, സോ അവർക്ക് നല്ല ബേസ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും. ദാറ്റ് ഈസ് ലോ പിച്ച് വോയിസ്. Now let's see one activity that is given in your textbook, Jal Tarang. Before dealing this activity, നമുക്ക്
പിച്ച് എന്താണ് എന്ന് അറിയണം. സോ വാട്ട് ഈസ് എ പിച്ച് ഓഫ് എ സൗണ്ട്? നമ്മൾ ഈ മ്യൂസിക്കൽ റിയാലിറ്റി ഷോസിലൊക്കെ കേട്ടിട്ടുണ്ട്, അത് ഹൈ പിച്ച് ആയിരുന്നു, ലോ പിച്ച് ആയിരുന്നു. സോ വാട്ട് ഈസ് എ പിച്ച്? യെസ്, ദ പിച്ച് ഓഫ് എ സൗണ്ട് മീൻസ് ഹൗ ഹൈ ഓർ ലോ ദ സൗണ്ട് ഈസ്. സൗണ്ട് ഹൈ ആണെങ്കിൽ നമ്മൾ പറയും ഹൈ പിച്ച് ആണെന്ന്, അല്ലെങ്കിൽ സൗണ്ട് ലോ ആണെങ്കിൽ ദാറ്റ് ഈസ് ലോ പിച്ച്. ദാറ്റ് ഈസ് വൈബ്രേഷൻ കൂടുതലാണെങ്കിൽ സൗണ്ടും കൂടും ആൻഡ് പിച്ച് കൂടും. വൈബ്രേഷൻ കുറവാണെങ്കിൽ എന്താണ്? സൗണ്ട് കുറയും ആൻഡ് പിച്ച് കുറയും. ഫോർ എക്സാമ്പിൾ, യു ടച്ച് ഓൺ യുവർ ത്രോട്ട്. ദാറ്റ് മീൻസ് നമ്മുടെ വോയിസ് ബോക്സിൽ നമ്മളൊന്ന് ഒരു വിരൽ വെച്ച് ടച്ച് ചെയ്ത് വെക്കുക. ദെൻ നിങ്ങൾ എന്നുള്ള ആ ഡിഫറെൻറ്റ് പിച്ചിൽ നിങ്ങളൊന്ന് സൗണ്ട് ഉണ്ടാക്കി നോക്കും. നല്ല ശക്തിയായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കും വൈബ്രേഷൻ അവിടെ ആ വോക്കൽ ബോക്സിന് കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് മോർ വൈബ്രേഷൻ, മോർ വിൽ ബി ദ സൗണ്ട് ആൻഡ് മോർ ഇസ് ദ പിച്ച്. ആൻഡ് നമ്മൾ ബേസ് വോയിസിൽ എടുക്കുകയാണെന്ന് വെച്ചാലോ അവിടെ പിച്ച് കുറവായിരിക്കും, വൈബ്രേഷൻ കുറവാണ് ആൻഡ് സൗണ്ടും അവിടെ കുറവാണ്. നമ്മൾ പ്ലക്കിങ് എ റബ്ബർ ബാൻഡ്, അത് നമ്മൾ എക്സ്പെരിമെൻ്റ് നോക്കിയല്ലോ. അവിടെ ആ സ്ട്രെച്ചഡ് റബ്ബർ ബാൻഡ് അവിടെ നമ്മൾ പ്ലക്ക് ചെയ്യുമ്പോൾ വി സീ ദ വൈബ്രേഷൻ ആൻഡ് സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ്, അല്ലേ? സോ ദർ ഈസ് ഓൾസോ എ പിച്ച് വിത്ത് ദാറ്റ് സൗണ്ട്. നമ്മൾ റബ്ബർ ബാൻഡ് നല്ലോണം സ്ട്രെച്ച് ചെയ്താലും ഒന്ന് ലൂസായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടും നമ്മൾ സെയിം ഇത് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പിച്ച് ആയിരിക്കും, ഡിഫറെൻറ്റ് സൗണ്ട് ആയിരിക്കും. അതുപോലെ നമ്മൾ എടുക്കുന്ന വയറിൻ്റെ ലെങ്ത്, ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ലെങ്ത്തിൻ്റെ വ്യത്യാസവും അതുപോലെ തന്നെ തിക്നെസ്സിലുള്ള വ്യത്യാസം എല്ലാം തന്നെ നമ്മുടെ പിച്ച്, വൈബ്രേഷൻ, സൗണ്ടിനെല്ലാം വ്യത്യസ്തമായ സൗണ്ടുകളാണ് ഉണ്ടാവുക. നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ആക്ച്വലി വയേഴ്സ് ഓഫ് സെയിം തിക്നെസ് ബട്ട് ഡിഫറെൻറ്റ് ലെങ്ത്സ് ആർ യൂസ്ഡ് ഇൻ different instruments, and different lengths give different vibration, different pitch, and so different sound, and which creates soulful music. I think the concept of pitch is clear. So simply എന്ത് പറയാം നമുക്ക് പിച്ചിനെ? വൈബ്രേഷൻ കൂടുമ്പോൾ പിച്ച് കൂടും, അല്ലേ? അതായത് സൗണ്ട് കൂടുന്നു. വൈബ്രേഷൻ കൂടിയ സൗണ്ട് കൂടും, വൈബ്രേഷൻ കുറഞ്ഞാൽ സൗണ്ട് കുറയും. ഇതിലൊക്കെ എന്താണ്? പിച്ച് കൂടും കുറയുമൊക്കെ ചെയ്യും, അല്ലേ? Now let's analyze the activity Jal Tarang. നമ്മൾ ഒരു 4-5 ഗ്ലാസ് ടംബ്ലേഴ്സ് എടുത്ത് അതിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നു. അതായത് ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് വെള്ളം നിറച്ചു, പിന്നെ അടുത്ത ഗ്ലാസ്സിൽ കുറച്ചും കൂടി കൂടുതൽ, അങ്ങനെ കൂടുതൽ അങ്ങനെ. ശേഷം നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് ഓരോന്നിനെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു. നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ് അതിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ ഹിയർ എ പ്ലസന്റ് സൗണ്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ആക്ച്വലി നമ്മളിവിടെ വാട്ടർ ഫില്ല് ചെയ്തത് ഡിഫറെന്റ് ലെവൽസ് ആയിട്ടാണ്, അല്ലെ? സോ വാട്ടർ ഫില്ല് ചെയ്തതിന്റെ ബാക്കി അവിടെ എന്താ ഉള്ളത്? ആ എംപ്റ്റി സ്പേസിൽ അവിടെ എയർ കോളമാണ്, അല്ലെ? ആൻഡ് വി കെയിം ടു നോ ദാറ്റ് ഷോർട്ടർ ദ ലെങ്ത് ഓഫ് എയർ കോളം, ഹയർ ഇസ് ദ പിച്ച് ഓഫ് സൗണ്ട്. എയർ കോളം കുറവുള്ള ഗ്ലാസ്സിലായിരിക്കും കൂടുതൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് പിച്ച് ഓഫ് ദ സൗണ്ട് ഇസ് ഹൈ ഇൻ the glass with shorter the length of air column. ഇവിടെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? യെസ്, ആ എയർ കോളം, എയർ ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്തിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എയർ കോളത്തിൻ്റെ ലെങ്ത് കുറയുമ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? സോ നല്ലോണം വൈബ്രേറ്റ് ചെയ്യാൻ മീൻസ് ഹൈ സൗണ്ട് ആൻഡ് ഹൈ പിച്ച്, അല്ലേ? So the faster something vibrates, higher is the sound or pitch. Slower something vibrates, the lower the sound or pitch. Clear? Now let's see how can sound travel. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ എപ്പോഴും ഒരു മീഡിയം വേണം. ഫോർ എക്സാമ്പിൾ സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസ്, ദാറ്റ് മീൻസ് എയർ. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ ഓൾ ദീസ് മീഡിയംസ്. ലെറ്റ്സ് സീ ആൻ ആക്ടിവിറ്റി ഓൺ സൗണ്ട് ട്രാവലിംഗ് ത്രൂ സോളിഡ്. ഇവിടെ നോക്കൂ, ഒരു മീറ്റർ സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ ചെവിയിൽ ടച്ച് ചെയ്ത് വെക്കുക, മറ്റൊരു എൻഡിൽ ഒരാൾ ഇതുപോലെ സ്ക്രാച്ച് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഇതുപോലെ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ മറ്റേ അറ്റത്തുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് ദാറ്റ് സ്ക്രാച്ചിങ്. സോ ഇവിടെ മീറ്റർ സ്കെയിൽ, വുഡൻ ബെഞ്ച്, ഇതെല്ലാം സോളിഡ്സ് ആണ്, അല്ലേ? ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ ഓഫ് സോളിഡ്. ഇവിടെ ഒരു ടോയ് ടെലിഫോൺ ഉണ്ടാക്കിയിട്ടുണ്ട് യൂസിങ് സ്ട്രിങ്സ്.
പലരും ഇത് പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതായത് 2 ഗ്ലാസ്, അതായത് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ് ഇവിടെ, ഇത് യൂസ് ചെയ്തിട്ട് അതിന് സെൻറ്ററിൽ ഹോളാക്കി സ്ട്രിങ് ടൈ ചെയ്യുക. എന്നിട്ട് ഒരറ്റത്തുനിന്ന് ഒരാളിങ്ങനെ നമ്മൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ സ്ട്രിങ് അവിടെ വൈബ്രേറ്റ് ചെയ്യും. സൗണ്ട് നമുക്ക് മറ്റേ ആൾക്ക് അതിൻ്റെ ഉള്ളിലൂടെ കേൾക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി ഫണ്ണി. ആൻഡ് ഐ വിൽ സജസ്റ്റ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ സ്ട്രിങ്ങിൽ അതിൻ്റെ മിഡിലായിട്ട് ഒരു പേപ്പർ, ഒരു ടൈനി പീസ് ഓഫ് പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. സോ യു ക്യാൻ സീ ദാറ്റ് വൈബ്രേഷൻ, that tiny piece of paper will vibrate, and sometimes it fell down. So sound can travel through any solid. Let's see what about the case of liquid. നിങ്ങൾ അണ്ടർ വാട്ടർ മ്യൂസിക് കേട്ടിട്ടുണ്ടോ? അണ്ടർ വാട്ടർ സൗണ്ട് സിസ്റ്റം, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ പോകുമ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും അല്ലേ? സോ നമ്മൾ അതിൽ കളിക്കുമ്പോഴൊക്കെ ഉള്ളിലോട്ട് പോകുമ്പോൾ വി ക്യാൻ ഹിയർ മ്യൂസിക്, ഇസ്ൻ്റ് ഇറ്റ്? നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വാട്ടർ പ്രൂഫ് MP3 പ്ലെയർ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ഐപോഡൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ്. യു ക്യാൻ ലിസൺ ടു മ്യൂസിക് അണ്ടർ വാട്ടർ. ഓക്കെ, ലെറ്റ്സ് സീ ആൻ ആക്ടിവിറ്റി. ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ബാത്ത് ടബ് എടുത്തിട്ട് അതിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ നമ്മളൊരു ബെല്ലെടുത്ത് ഷെയ്ക്ക് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ആ ബെല്ല് ആ ടബിൻ്റെ ഒന്ന് ബോഡി എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല. ആ സെൻറ്ററിലായിരിക്കണം നമ്മൾ ഷെയ്ക്ക് ചെയ്യേണ്ടത്, അതായത് വാട്ടറിൽ മാത്രം. ആൻഡ് ട്രൈ ടു ലിസൺ ദ സൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ഓക്കെ, ആൻഡ് ഷുവർ യു ക്യാൻ ഹിയർ ദ സൗണ്ട്. ദാറ്റ് മീൻസ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ liquid. That is how the aquatic animals like dolphins, blue whales, everyone communicating underwater. How can they communicate? Yes, sound can travel through liquids, isn't it? So they can communicate with each other under water. So നമ്മൾ 2 മീഡിയത്തിൻ്റെയും പഠിച്ചു, ലൈക്ക് സോളിഡ് ആൻഡ് ലിക്വിഡ്. ഇത് നമുക്ക് എന്താ ഉള്ളത്? എയർ ആണുള്ളത് അല്ലേ? എയറിന് നമുക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട അല്ലേ? വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ ത്രൂ ദ എയർ, ഇസ്ൻ്റ് ഇറ്റ്? വി ഹിയർ ദ സൗണ്ട് ഓഫ് അനിമൽസ്, വെഹിക്കിൾസ്, we listen to music, all is through this air. That is, sound can freely travel through air. Now if there is no medium, can sound travel? Solid ഇല്ല, ലിക്വിഡ് ഇല്ല, എയർ ഇല്ല. അങ്ങനെ ഒരു കേസ് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ആൻ ആക്ടിവിറ്റി. ഒരു മെറ്റൽ ഗ്ലാസ് എടുക്കുക, ഒരു എംപ്റ്റി മെറ്റൽ ഗ്ലാസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മൊബൈൽ ഇറക്കി വെച്ചു. Now somebody used to call. സോ മൊബൈൽ റിങ് ചെയ്യും ആൻഡ് വി ക്യാൻ ഹിയർ ദ സൗണ്ട്, ഇസ്ൻ്റ് ഇറ്റ്? ഇനി വി യൂസ് ടു സക്ക് ദ എയർ. ഈ മൊബൈൽ അതിൽ തന്നെ ഉണ്ട്, എംപ്റ്റി ഗ്ലാസ് ആണ്, മൊബൈൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തിട്ട് ദേ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ വി സക്ക് ദ എയർ. ആൻഡ് എഗെയിൻ ഒരു ഫ്രണ്ട് കോൾ ചെയ്യുന്നു. സോ ക്യാൻ യു ഹിയർ ദ സൗണ്ട് ആസ് ലൗഡർ ആസ് ബിഫോർ? മുമ്പ് നല്ല സൗണ്ടിലായിരുന്നു, നല്ല ലൗഡറിലായിരുന്നു നമുക്ക് കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സൗണ്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് അവിടെ എയർ സക്ക് ചെയ്തപ്പോഴാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചത്. യു ജസ്റ്റ് ഇമാജിൻ, ലൈക്ക് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എയറിനെ അവിടെ വേക്വമാക്കാൻ പറ്റിയാൽ, ഫുള്ളായിട്ട് എയർ സക്ക് ചെയ്യാൻ പറ്റിയാൽ സൗണ്ട് വുഡ് സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി. യു കൻ നോട്ട് ഹിയർ എനി സൗണ്ട്. ദാറ്റ് മീൻസ് ഒരു വേക്വത്തിലൂടെ ഒരിക്കലും സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. വിതൗട്ട് എയർ ഇസ് വേക്വം അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് സൗണ്ട് cannot travel through vacuum. ഈ ഒരു ആക്ടിവിറ്റിക്ക് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇവിടെ ഒരു മെറ്റൽ ടംബ്ലർ ആണ് എടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടുമ്പോൾ ഓഫ് കോഴ്സ് ഒരു സോളിഡ് മീഡിയം വരുന്നുണ്ട്. പക്ഷേ എയർ സക്ക് ചെയ്തപ്പോൾ ഓഫ് കോഴ്സ് അവിടെ സൗണ്ട് കുറഞ്ഞു എന്ന് കാണിക്കാൻ പറ്റി. ദാറ്റ് മീൻസ് ഇനി എയർ ഒന്നുമില്ലാത്തൊരു ഏരിയ ആണെങ്കിൽ ഒരിക്കലും സൗണ്ട് അവിടെ ട്രാവൽ ചെയ്യില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യു ക്യാൻ സെർച്ച് ഫോർ ബെൽ ജാർ എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റ് യു ക്യാൻ ടൈപ്പ് ഇൻ ദ യൂട്യൂബ്. സോ അത് കണ്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും sound cannot travel through vacuum. Okay, so sound needs a medium for propagation. Okay, solid, liquid, air ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മീഡിയം വേണം so that the sound can travel, otherwise it cannot. So that's all about today's class. Actually ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, എനിക്ക് വേണമെങ്കിൽ ഒറ്റ ക്ലാസ്സിൽ തീർക്കായിരുന്നു. പക്ഷേ ഒരു ക്ലാസ്സിൽ തീർക്കുമ്പോൾ എന്തായാലും ഒരു 30-35 മിനിറ്റ്സ് ആവും. അപ്പം നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓക്കെ എന്നാൽ ഇത്ര മതി എന്ന് വിചാരിച്ചത്. സോ നെക്സ്റ്റ് പാർട്ട് എത്രയും വേഗം ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ പഠിച്ച പിച്ചിനെ കുറിച്ചിട്ട് എന്തായാലും നന്നായി മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് നമുക്ക് അടുത്ത പാർട്ടിൽ പിച്ചിനെ കുറിച്ച് ആവശ്യമുണ്ട്. സോ ഞാൻ ദ നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ടേക്ക് ദ നോട്ട്
ആൻഡ് ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Till then, it's me, Shana, signing off.